പ്രേതവും ഭൂതവും പിശാചും എല്ലാം കഴിഞ്ഞ് ഇനി എന്താ? Yes, coming. സാർ എന്നെ ഓർമ്മയില്ലേ കഴിഞ്ഞ പടത്തില് സാറിന്റെ കോ-ഡയറക്ടർ പ്രസാദ്? എന്തിനാ നീ ഇവിടേക്ക് വന്നേ? സാർ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എന്തോ? ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര തലവേദന സാർ. എനിക്ക് ബോർ അടിച്ചു പോയി. ഞാൻ ഹീറോ ആകാൻ തീരുമാനിച്ചു സാർ. സാർ വേണം എന്നെ ഹീറോ ആക്കാൻ. ഹീറോ അല്ലേ? അതുപോലെ നീ എത്ര വരെ പഠിച്ചടാ? MBBS. അതായത് ഡോക്ടർ ആകാൻ വേണ്ടി ആക്ടർ ആകാൻ വേണ്ടി വന്നേക്കുന്നല്ലേ? അതാടാ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അല്ല സാർ, MBBS പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് കാശ് ഒരുപാട് വേണ്ടേ? അച്ഛൻ റിട്ടയർ ആയി, അമ്മ വീട്ടു ജോലികൾ ചെയ്തു, അനിയത്തെ പഠിപ്പിക്കണം, അനുജനെ പഠിപ്പിക്കണം. അതുകൊണ്ട് കൂടുതൽ കടം വാങ്ങരുതെന്ന് കരുതി സിമ്പിൾ ആയിട്ടൊരു IAS. IASോ? അപ്പൊ IAS കാരനാണെന്ന് വിചാരിച്ച ഹീറോ ആകാൻ വേണ്ടി ഇവിടേക്ക് വന്നേക്കോ അല്ലേ? അയ്യോ, ഐ ലവ് ദിസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. സാർ വേണ്ട സാർ, ഞാൻ മുഴുവൻ പറയട്ടെ. അതിനിടയ്ക്ക് IAS IPS പറഞ്ഞു. IAS പാസ്സാവണമെങ്കിൽ എക്സാം ഡൽഹിയിൽ വെച്ച് എഴുതണമെന്ന് പറഞ്ഞു സാർ. ഡൽഹിയിലല്ല, എവിടെ എക്സാം വെച്ചാലും നടന്നെങ്കിലും പോയി ഞാൻ എഴുതും പറഞ്ഞു. പക്ഷേ IAS എഴുതണമെങ്കിൽ 10th പാസ്സാവണം അത്ര. അത് ശരി, 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലേ? എന്റെ ശബരിമല മുരുക, MBBS IAS 10th ഫെയില്, നിനക്ക് ഹീറോ ആകണം ഇപ്പൊ. എടാ 10th പോലും പാസ്സായില്ല, ഡയലോഗ് എങ്ങനെ ഓർത്ത് പറയുന്നീ? എഴുത്ത് മാനെ അറിയാതെ സിനിമയിൽ അഭിനയിക്കാൻ വന്നേക്ക. നീക്ക് ഒരു മനുഷ്യനാണോടാ MBBS ഉണ്ടാകെ? സാർ എന്തോന്ന് സാറ് ഇപ്പോഴേ സാർ സിനിമ എടുക്കാൻ പോകണോ അതോ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാൻ പോകണം? എന്താ 9th ഫെയിൽ ആയവൻ MLA ആകാമെങ്കിൽ 10th ഫെയിൽ ആയവന് ഹീറോ ആവാൻ പാടില്ലേ? ഉദാഹരണത്തിന് 10th പഠിച്ച സച്ചിൻ വലിയ ക്രിക്കറ്റ് പ്ലെയർ ആയില്ലേ? നിന്റെ ഈ കോൺഫിഡൻസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അയ്യോ, എന്തൊരു മനോഭാവം നിന്റേത്. ഞാനൊരു സീൻ പറയട്ടെ, ആ സീൻ നീ ശരിക്കും ചെയ്താലുണ്ടല്ലോ നിനക്ക് ഞാൻ ചാൻസ് തരാന്നേ, പ്രോമിസ്. സാർ പൊളിച്ചടുക്കും സാർ. സീൻ പറഞ്ഞേ പറയൂ സാറേ. വേറൊന്നുമല്ല, ഈ 10 നിലയുള്ള ഒരു ബിൽഡിംഗ്, അതിന്റെ മുകളിലായി നീ നിൽക്കുന്നു. നിന്റെ പുറകെ ഒരു പ്രേതം വരുന്നു. നിനക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്തോ LIC അല്ല ലിഫ്റ്റ്, അത് പൊട്ടിപ്പോയി. അപ്പൊ ഈ കൈയെല്ലാം ഇങ്ങനെ വേർത്തൊഴുകുന്നു, തലയെല്ലാം പെരുക്കുന്നു, ഓരോ സ്റ്റെയർ കേസും തകർന്നു വീഴുന്നു. ഈ സമയത്ത് നീ എങ്ങനെയാണ് രക്ഷപ്പെടുക? അതിരിക്കട്ടെ, ഞാൻ എന്തിനു സ്റ്റെപ്പ് കയറണം? കേറില്ല സാർ. മനസ്സിൽ കാണ, സങ്കല്പിക്കേ. സങ്കല്പിച്ചു. ലിഫ്റ്റ് ഇല്ല, എല്ലാം ഇടിഞ്ഞു വീഴുന്നു. രക്ഷപ്പെടാൻ വഴിയില്ല, എല്ലാരും കത്തിച്ചാമ്പലാകും. അയ്യോ, പോരട്ടെ. വെരി സിമ്പിൾ സാർ. സങ്കല്പിക്കുന്നത് നിർത്തിയാ ഈ ഇടിയുന്നതും പൊളിയുന്നതും ഒക്കെ അങ്ങ് നിൽക്കുമല്ലോ. ഇത് നടക്കുന്ന പരിപാടിയല്ല. നിനക്ക് ആക്ടിങ് വരുന്നില്ല. 10th ഫെയില്, നീ ഹീറോ. ദിനോസറിനെ പോലെ ഇരിക്കുന്നവന്. എടാ, എന്താ കുറച്ച് ബഹുമാനം തന്നപ്പോ നീ ഓവർ ആവുകയാണ്. വേറൊന്നുമല്ലോ, ഒന്ന് അഭിനയിച്ച് കാണിച്ചതേ ഉള്ളതേ. നീ ഏതൊക്കെ പടമാണ് എടുത്തിരിക്കുന്നത്? ഒരുപാട് പടം എടുത്തതാ, ഒന്നും പുറത്തു വന്നില്ല, അത്ര ഉള്ളതേ. ഐഫോണില്, സെൽഫോണില്, ചെറിയ ചെറിയ ക്യാമറകളില്, അതായത് ഹാൻഡി ക്യാം പോലുള്ള ക്യാമറയിൽ പടം എടുത്തിട്ട്, അതായത് 3 ദിവസം കൊണ്ടൊരു പടം. എന്നിട്ടാണ് ഇത്ര അഹങ്കാരം. അതിരിക്കട്ടെ, നേരെ ചൊവ്വയുള്ളൊരു പടം നീ ഇതുവരെ എടുത്തിട്ടുണ്ടോടാ? നിന്റെ പടത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഓഡിയൻസ് എറിഞ്ഞ ചെരുപ്പുകൾ പെറുക്കിയിട്ട് എന്റെ ഫ്രണ്ട്സ് അത് പഴയ വിലക്ക് വിറ്റ് ഒരുപാട് കാശുണ്ടാക്കി. എന്നിട്ടും മറ്റുള്ളവരെ കുറിച്ചുള്ള ഊള വർത്താനം പറച്ചിൽ നീ നിർത്തില്ല അല്ലേ? നിന്റെ ഈ അഭിനയം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, നിന്നിലുള്ള നവരസങ്ങളൊക്കെ ഓരോന്നായി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ അഭിനയിച്ചത്. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഈ ടാലന്റ് കളയില്ല കേട്ടോ. നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പടം എടുത്തിരിക്കും, അഭിനയിപ്പിക്കും. ഞാൻ സിനിമയുടെ പേരെ മാർക്കിൽ ഒരിക്കലും. അവിടെ ഉണ്ട്, ദേ അവിടെ. സാർ നമസ്കാരം സാർ. ചുറ്റി വിളക്കാതെ കാര്യം എന്താന്ന് പറ സാർ. സത്യം ഇത് രാത്രി എന്നെ ഡെയിലി തല്ലി കൊല്ലുകയാണ് സാറേ. അവരാരാ? നിങ്ങളുടെ വാർഡിലുള്ള റൗഡി വല്ലോന്നോ? അല്ല സാറേ, പിന്നെ എന്റെ ഭാര്യയാണ്. എടാ, പെണ്ണും പിള്ള അടിച്ചതിന് ഇവിടെ നിന്ന് കംപ്ലൈന്റ് ചെയ്യാൻ നാണല്ലേ നിനക്ക്? അങ്ങനെയല്ല സാറേ. പിന്നെന്താ? നീ നിന്റെ പരാതി ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞിട്ട് ഫീൽ ചെയ്യുന്നു. സാറിന്റെ പരാതി ആരോട് പറഞ്ഞിട്ട് ഫീൽ ചെയ്യും? സെയിം ടു സെയിം. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ രാത്രി മാത്രമാണ് അടിക്കുന്നത്, എന്നാൽ സാറിന്റെ ഭാര്യയോ രാത്രി പകലൊന്നില്ലാതെ അടിച്ചോണ്ടിരിക്കുക. നോ ഹോളിഡേസ്. എടാ കോൺസ്റ്റബിളെ, എന്റെ പെണ്ണും പിള്ളി ഞാനും തമ്മിലുള്ള പ്രശ്നം ഇവൻ തന്നോട് ചോദിച്ചോ? കേട്ടില്ല. നിന്നെ രാത്രി ഡെഡ് ബോഡിക്ക് കാവലിരുന്ന് പറഞ്ഞേക്കാം. സാർ മര്യാദക്ക് ഇരുന്നോണം സാർ. എടോ, അവിടെ ഒരു റൈറ്റ് റിപ്പോണ്ട്, അവിടെ പോയി കംപ്ലൈന്റ് കൊടുത്തിരിപ്പിക്കും. ശരി. അതെ, ഈ സൂര്യ എങ്ങോട്ടാ പോയത്? അവൻ രാവിലെ ഇവിടെ നിന്ന് പോയതാ. എവിടെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാം?
ഫോൺ ചെയ്തൊന്ന് ചോദിച്ചൂടെ നിങ്ങക്ക്? രാജേട്ടാ, ചേട്ടന്റെ മോനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇൻസ്പെക്ടർ അറിയിക്കാൻ പറഞ്ഞു. ശരി. അതെ, പോലീസുകാരെന്തിനാ അവനെ പിടിച്ചോണ്ട് പോയത്? ആർക്കറിയാം, ചിലപ്പോ അയാൾക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും. MLA പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടിങ്ങോട്ട് വരാം. സാർ പ്ലീസ് സാർ, ഞാനിനി നിങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ലെന്നേ. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ആ, അങ്ങേര് ചെയ്തല്ലേ ഞാനും ചെയ്തത്. അങ്ങേര് ഒഴിവാക്കി എന്നെ എന്തിനാ കൊണ്ടുവന്നത്? നിന്നെ പോലുള്ള സുന്ദരികൾ വിളിച്ച ഈ റബ്ബർ സിംഗ് അങ്ങ് ഓടി വരുന്നത് കരുതിയോ? ഡ്യൂട്ടിയിൽ ഞാൻ പുലിയെ പോലെയാ, പറഞ്ഞു കൊടുക്കണോ? അത് തന്നെ. ഇത് കണ്ടിട്ട് ഏതാണ്ട് പിശാചു കൂടി പോലെ ഉണ്ട് സാർ. ഹേ റബ്ബർ സിംഗ്, നിന്നെ കൊണ്ട് ഒന്നിനും ഗുണമില്ലാത്തത് കൊണ്ടാ നിന്റെ ഭാര്യ നിന്നെ ഡേ ആൻഡ് നൈറ്റ് ഇട്ട് ശരിക്കും അടിക്കുന്നത്. ഈ കാര്യം ഇവക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ല സാർ. ഈ നിൽക്കുന്ന ഞാൻ ആരാണെന്നറിയോ? രാമനാഥപുരം റബ്ബർ സിംഗ്. നീ ഇവിടെയല്ലേടാ സിംഗ്, വീട്ടില് വെറും ഡമ്മി അല്ലേ? റബ്ബർ സിംഗ് എന്ന് വെച്ചാ എങ്ങനെ ഉണ്ടാവണമെന്ന് നിനക്കറിയാവോ? കണ്ടു വരച്ച് പേടിക്കുന്ന രീതിയിൽ ഉണ്ടാവണം. ലഞ്ചം വാങ്ങിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത സൂര്യയെ നീ ജയിലിനകത്തിട്ടേക്കു അല്ലേ? അവനെ ജയിലിൽ നടക്ക്. അവനെയും വിടത്തില്ല, നിന്നെയും വിടത്തില്ല. നിന്റെ വിധിയാ ഇത്. നിനക്ക് നിന്റെ തൊപ്പി തെറിക്കണല്ലേ? ലേഡി കോൺസ്റ്റബിൾ, മൊത്തത്തിൽ പുറത്തേക്ക് ഇട്ടേക്ക്. എനിക്ക് നാണം വരുന്നുണ്ട് സർ. ലോക്കപ്പിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ നീ എന്തിനാ നാണിക്കുന്നത്? ലോക്കപ്പോ? ഓക്കേ സർ. ഈ കൊച്ചു വേറെന്താ കരുതി? എടോ, എല്ലാവരും പുറത്തേക്ക് വന്നിട്ട് പോലീസ് ഒരു സൈഡിലും റൗഡികൾ ഒരു സൈഡിലും ആയിട്ട് നിൽക്കേ. ആ, ഇറങ്ങി വാടാ. ഇരിക്കടാ, ഇരിക്കേ. പോലീസുകാർ ഈ സൈഡിൽ ഇരിക്കേ. അത് ശരി, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? കഴിക്കുന്നതിന് മുൻപ് രുചിയെ പറ്റി എന്തിനാ ചോദിക്കുന്നേ? കഴിക്കാനല്ലേ പോകുന്നേ? എടോ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക. നിങ്ങൾ എല്ലാവരെയും വിട്ടേക്കാം. സാർ, 100 നിരപരാധികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാത്ത ഒരാളെയാണ് പവർഫുൾ ആയ ഓഫീസർ എന്ന് സാധാരണ പറയാറുള്ളത്. ഒരു ക്രിമിനൽ പോലും രക്ഷപ്പെടാതെ നോക്കുന്ന നിങ്ങളെ പോലെയുള്ള സാറുമാരെയൊക്കെ ദൈവം എന്നാണ് വിളിക്കേണ്ടത്, ദൈവം എന്ന്. ഓ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഡോ, ഇവനെ അങ്ങ് വിട്ടേക്ക്. താങ്ക്സ് സാർ, താങ്ക്സ്. ഞാൻ പറയാം സാറേ. പറടാ. ഇൻസ്പെക്ടർ സാറേ, സിംഹത്തെ കാട്ടി കണ്ടിട്ടുണ്ട്, പിന്നെ റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സാർ, ഇത് സിംഹപടത്തിലെ ഡയലോഗാ സാർ. ഡോ, ഇവനെ തൂക്കി ലോക്കപ്പിലിട്. ഡയലോഗ് കോപ്പി അടിച്ച് പറയുന്നു. നേരത്തെ പറഞ്ഞവൻ എന്താ നിന്റെ ബന്ധുവാ? അവനെ പുറത്തു വിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏത് സിനിമയിലെയാ? ബാഹുബലി സാർ. ഡോ, വീണ്ടും അവനെ പിടിച്ച് അകത്തിട്. അവൻ അപ്പോഴേ പോയി സാർ. ഓ, എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ. പല പഞ്ച് ഡയലോഗും പറയണടാ, പറ. പഞ്ഞുമിഠായി വാങ്ങിക്കാനാണോ പറയുന്നത്? യു ആർ സസ്പെൻഡ്. തമാശ തമാശ. ദേവദാസൻ പ്രേമനായകൻ, രാമദാസൻ ദൈവഭക്തൻ, കാളിദാസൻ കവിത എഴുതും. നമ്മുടെ ഇൻസ്പെക്ടറോ മനുഷ്യസ്നേഹി, മഹാമനസ്കൻ, മനുഷ്യസ്നേഹി. നമസ്കാരം സാർ. നീ ഇരിക്ക്. നീ എന്നെ അടിച്ചാലും ഞാൻ നിന്നെ അടിച്ചാലും നഷ്ടം നിനക്കായിരിക്കും. ഇനി എന്നെ സിനിമ ഡയലോഗ് പറഞ്ഞ് പറ്റിക്കാൻ നോക്കട്ടെ. മിണ്ടാതെ അവിടെ ഇരുന്നോണം, പറഞ്ഞേക്കാം. സിനിമ ഡയലോഗ് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുവോ? ഞാൻ പറയട്ടെ സാർ. നീ പറ. കാണാൻ മോഹൻലാലിനെ പോലെ, പൗരുഷമാണെങ്കിൽ മമ്മൂട്ടിയെ പോലെ, സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി, ഇമോഷൻ ആണെങ്കിൽ നെടുമുടി വേണു, വില്ലൻ ആണെങ്കിൽ ബാബു ആന്റണി. അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണ് സാർ. ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടോടൂ. ഞാൻ അല്ലെങ്കിൽ തന്നെ പുറത്തല്ലേ സാർ. എങ്കിൽ ഇവനെ പിടിച്ചാകത്തിട്ടേക്ക്. നിനക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതിൽ കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. പാട്ട് പാടടാ. ഒന്ന് നിക്കടോ, ഞാൻ തരില്ലേ. ഇന്നാ വെച്ചോ. ഓക്കെ അല്ലേ? സന്തോഷമായല്ലോ. എടാ, ആ ഫോട്ടോ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് തരാൻ.
എന്റെ ഭാര്യയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. ഇത് ആണെന്നോ? എടാ, നീ കഴിയൂ. അവിടെ പിടി. എടാ, നിക്കടാ അവിടെ. ഒന്ന് നിർത്താൻ ഗ്യാപ്പിൽ അവിടെ ഒരു റൊമാൻസ്. കാക്കിയോട് പെട്ടുപോയില്ലേ, കാണിച്ചു തന്നേനെ. എല്ലാരും ഡാൻസ് കളിച്ചാ എനിക്കെന്താ കളിക്കാൻ അറിയില്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്റെ പെർഫോമൻസ്. മാറേ, അങ്ങോട്ട് മാറാൻ. സാർ എടോ, എന്തിനാണോ ഇയാൾക്ക് സല്യൂട്ട് അടിക്കുന്നത്? നീ എന്താ വലിയ പുലിയാണെന്നാണോ? Shut up. ഈ സീൻ മീഡിയക്കാര് കണ്ടിരുന്നെങ്കിൽ ഒരു ദിവസം 100 പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് നാണം കെടുത്തിയാണ്. ഇവിടെ ആരാ? സൂര്യ. ഞാനാണ് സാർ. ഇതിലൊന്നും എനിക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടും എന്നെ വിടുന്നില്ല സാർ. MLA എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ വീട്ടിൽ പോയി. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഞാൻ പിടിച്ചോണ്ട് വന്നാ നീ അങ്ങ് വിടുവോ? നിന്റെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. സാർ എന്തോന്ന് സാറ്? ഞാൻ പറഞ്ഞ കേക്ക്. അയാളെ പിടിച്ച് അകത്തിട്ട്. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാർ. ഇവര് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ. സാറേ, സാർ എപ്പോഴാ സാറേ വന്നേ? ഇത്രയും നേരം താനെന്ത് ഉറക്കമായിരുന്നോ? സാറേ, എനിക്കെന്തോ സംഭവിച്ചു സാറേ. പിശാചി കയറി സാറേ. നീ തന്നെ ഡിപ്പാർട്ട്മെന്റിന് ഒരു പിശാച. നിന്നെ അത് പിശാച് പിടിക്കാനാ. യു ആർ സസ്പെൻഡഡ്. സാറേ